പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഞാൻ ടി കെ രജിത്. ബിൽക്കിസ് ബാനു കേസിൽ ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടി. 11 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് പുറപ്പെടുവിച്ച വിധി നിയമവിരുദ്ധവും നിലനിൽക്കാത്തതുമാണെന്ന് ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് വിധിച്ചു. മാനസിക പരിവർത്തനമുണ്ടായ കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്ന 1992 നയം ചൂണ്ടിക്കാട്ടിയാണ് ബിൽക്കിസ് ബാനു കേസിലെ 11 കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകി ഗുജറാത്ത് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗുജറാത്ത് സർക്കാരിന്റെ ഈ തീരുമാനം ഉചിതമല്ല, നിയമ താൽപര്യങ്ങൾക്ക് വിരുദ്ധവും അധികാര ദുർവിനിയോഗവുമാണ്. വിചാരണ നടന്നത് മഹാരാഷ്ട്രയിൽ. ശിക്ഷാ ഇളവ് പരിഗണിക്കേണ്ട സർക്കാർ അതുകൊണ്ട് തന്നെ ഗുജറാത്തല്ല. പ്രതികളെ മോചിപ്പിക്കാൻ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയായിരുന്നു ഗുജറാത്ത് സർക്കാർ. CRPC 432 അനുസരിച്ച് വിടുതലപേക്ഷയിൽ തീരുമാനമെടുക്കുമ്പോൾ വിചാരണ കോടതി ജഡ്ജിയുടെ അഭിപ്രായം തേടണം. ഇവിടെ അതുണ്ടായില്ല. 2022 സുപ്രീം കോടതി വിധിയാണ് സംസ്ഥാന സർക്കാരും പ്രതികളും സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളായ R ഭഗവൻദാസ് ഷായുടെ മോചനത്തിന് 92 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. കോടതിയെ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് ഇത്തരമൊരു തെറ്റായ വിധി ഉണ്ടായത്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ഈ കേസിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത് നിലനിൽക്കുമെന്നും കോടതി പറഞ്ഞു. പ്രതികളോട് 2 ആഴ്ചയ്ക്കകം കീഴടങ്ങാനും കോടതി നിർദ്ദേശിച്ചു. 56 മിനിറ്റും 20 സെക്കൻഡും എടുത്ത് വിധി പ്രഖ്യാപനം പൂർത്തിയാക്കുമ്പോൾ പ്രതികൾ ജയിലിലേക്ക് മടങ്ങിയേ മതിയാകൂ എന്ന കർശന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. പുറത്തുനിന്ന് മഹാരാഷ്ട്ര സർക്കാരിന് പുതിയ വിടുതൽ അപേക്ഷ നൽകാൻ അനുവാദം നൽകണം എന്ന പ്രതികളുടെ ആവശ്യം തള്ളിയായിരുന്നു കോടതിയുടെ നിലപാട്. സുപ്രീം കോടതിയിൽ നിന്നും R രാധാകൃഷ്ണൻ, 24. സ്ത്രീ ശാക്തീകരണ നയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ വിഷയമാക്കാനൊരുങ്ങുന്ന BJPക്ക് രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാണ് ബിൽക്കിസ് ബാനു കേസിൽ സുപ്രീം കോടതി വിധി. കുറ്റവാളികളുടെ രക്ഷാധികാരി ആരാണെന്ന് വ്യക്തമായെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പ്രതികളെ പരിധി വിട്ട് സഹായിച്ചത് എന്തിനെന്ന് BJP വിശദീകരിക്കണമെന്ന് ഹർജിക്കാരിൽ ഒരാളായ CPIM പൊളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി 24നോട് പറഞ്ഞു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വനിതാ യുവ വോട്ടുകളാണ് BJPയുടെ ലക്ഷ്യം. വനിതാ സംവരണ ബില്ല് ഉൾപ്പെടെ സ്ത്രീക്ഷേമ നയങ്ങൾ മുൻനിർത്തി പ്രചാരണ പദ്ധതി തയ്യാറാക്കുന്നതിനിടെ ബിൽക്കിസ് ബാനു കേസിലെ സുപ്രീം കോടതി വിധി രാഷ്ട്രീയമായും ധാർമ്മികമായും BJPയെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതാണ്. ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഗുജറാത്തിലെ BJP സർക്കാർ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. പ്രതികളെ BJP നേതാക്കൾ മാലയിട്ട് സ്വീകരിച്ചതും വിവാദമായിരുന്നു. ബലാത്സംഗ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ഗുജറാത്ത് സർക്കാർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചെന്ന സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്. The bigger question is, why did this Gujarat government, the BJP government of Gujarat, go to such lengths to give remission to these criminals who had committed a crime against humanity when it was not even within its jurisdiction to give that remission? കുറ്റവാളികളുടെ രക്ഷാധികാരി ആരെന്ന് സുപ്രീം കോടതി വിധിയോടെ വ്യക്തമായതായി രാഹുൽ ഗാന്ധി. ഗുജറാത്ത് കലാപത്തിലെ ഇരകൾക്കായി ശക്തമായി ഇടപെടൽ നടത്തിയ സാമൂഹ്യ പ്രവർത്തക ടീസ്റ്റ സെത്തൽവാദ് ഗൂഢാലോചന കേസ് നേരിടുന്നതിനിടെ ബിൽക്കിസ് ബാനു കേസിൽ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടൽ സുപ്രീം കോടതി അംഗീകരിച്ചു എന്നതും ശ്രദ്ധേയമാണ്. 24 ഡൽഹി. കലാകിരീടം കണ്ണൂരിന്. അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കനക കിരീടം ചൂടി കണ്ണൂർ. 952 പോയിന്റോടെയാണ് കണ്ണൂർ ഒന്നാമതെത്തിയത്. 949 പോയിന്റുമായി കോഴിക്കോട് 2ാം സ്ഥാനം നേടി. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നടൻ മമ്മൂട്ടി, മന്ത്രിമാരായ V ശിവൻകുട്ടി, KN ബാലഗോപാൽ എന്നിവരിൽ നിന്ന് ജേതാക്കൾ ട്രോഫി ഏറ്റുവാങ്ങി. കോഴിക്കോടോ കണ്ണൂരോ എന്ന ചോദ്യം അവസാനം വരെ നീണ്ടു. ഉത്തരം ലഭിച്ചത് ഹൈസ്കൂൾ നാടക മത്സരത്തിലെ അപ്പീലിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം രാത്രി അവസാനിച്ച മത്സരത്തിൽ കണ്ണൂർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അരങ്ങിലെത്തിച്ച വേദി എന്ന നാടകത്തിന് വിധികർത്താക്കൾ ഗ്രേഡൊന്നും നൽകിയില്ല. അപ്പീലിൽ A ഗ്രേഡ് ലഭിച്ചു. അതോടെ സ്വർണ്ണക്കപ്പ് തിരികെ കൊണ്ടുപോകാമെന്ന കോഴിക്കോടിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ച് കണ്ണൂർ ഒന്നാമതെത്തി. കൊല്ലത്ത് ഇത്ര ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിന് സംഘാടകരോടും ഇത്രയേറെ സഹകരണത്തോടെ ഇത്രയുടെ ആവേശത്തോടുകൂടി ഇതിൻ്റെ പരിസമാപ്തി കാണുവാനും ഈ ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച ഇവിടുത്തെ ജനങ്ങളോട് കൂടെ നന്ദി പറയേണ്ടതുണ്ട്. കാരണം കൊല്ലംകാർക്കല്ല ഇവിടെ
സമ്മാനം കിട്ടിയിരിക്കുന്നത് കണ്ണൂറുകാർക്കാണ്, കണ്ണൂർ സ്ക്വാഡിനാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലും പരാതികൾ കുറച്ച്, പരാതികളുടെ ബാഹുല്യങ്ങൾ ഇല്ലാതാക്കി നമ്മൾ കുറച്ചുകൂടി സിസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുപോകണം. അത് മാറി മാറി വരുന്ന ഏത് ഗവൺമെന്റുകളാണെങ്കിലും അത് ചെയ്യുന്നുണ്ട്, എല്ലാവരും മാറി മാറി വരുന്നവർ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ കൂടി ഭംഗിയായി അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വയ്ക്കുന്നു. അടുത്ത വർഷം പുതുക്കിയ മാനുവൽ അനുസരിച്ചായിരിക്കും കലോത്സവം എന്ന് മന്ത്രി വി. ശിവൻകുട്ടി. ഈ സമ്മാനാർഹരായിട്ടുള്ള ഗ്രേഡ് വാങ്ങുന്ന കുട്ടികൾക്ക് 1000 രൂപ വെച്ചാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അടുത്ത വർഷം മുതൽ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ ഒരു മാനുവൽ അനുസരിച്ചാണ് ഇവിടെ മത്സരം നടക്കുന്നത്. മാനുവലിന്റെ പരിഷ്കാരം നടത്തുകയും പുതിയ മാനുവൽ അനുസരിച്ചായിരിക്കും അടുത്ത വർഷം മത്സരം നടക്കുന്നെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പതിവ് തെറ്റാതെ മികച്ച സ്കൂളിനുള്ള ട്രോഫി പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം സ്കൂൾ സ്വന്തമാക്കി. 5 നാൾ നീണ്ടുനിന്ന കലാമാമാങ്കത്തിന് കൊല്ലത്ത് കൊടിയിറങ്ങിയപ്പോഴും ആവേശവും ആരവങ്ങളും അടങ്ങിയിരുന്നില്ല. 24 കൊല്ലം. കലോത്സവ സമാപന വേദിയിൽ 24 വാർത്ത പരാമർശിച്ച് നടൻ മമ്മൂട്ടി. വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതിന്റെ കഥ മമ്മൂട്ടി തന്നെ പറയും. മമ്മൂക്ക വരുമ്പോൾ ഏത് ഡ്രസ്സിലായിരിക്കും വരിക? മമ്മൂട്ടി എപ്പോഴും അപ്ഡേറ്റ് ആണ്. നമുക്ക് ഈ ആൾക്കാരോട് ചോദിക്കാം, മമ്മൂക്ക ഏത് വേഷത്തിലായിരിക്കും എത്തുക എന്നുള്ളത്. മമ്മൂക്ക ഏത് ലുക്കിലായിരിക്കും വരിക? മമ്മൂക്ക ഏത് ലുക്കിലാന്ന് വെച്ചാൽ മുണ്ടും ഷർട്ടും ആയിരിക്കും. വിന്റേജ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു ഇത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം അതല്ലേ ട്രെൻഡിങ്. ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്. നാളെ മമ്മൂക്ക ഏത് വേഷത്തിലായിരിക്കും വരിക എന്ന് ഊഹിക്കാൻ പറ്റുമോ? മുണ്ട് ഷർട്ട് മുണ്ട് നല്ലൊരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നമ്മൾ ഇത്രയും പേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മമ്മൂട്ടി എന്തുടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരിക? അപ്പം ഞാൻ ഏതായാലും അതിനു മുമ്പ് ഒരു നല്ല പാൻറ്റും ഒക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ, നേരെ ഒരു പുതിയ പാൻറ്റൊക്കെ തയ്പ്പിച്ച് ഒരു ഷർട്ടും വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ആ മുണ്ടും ഷർട്ടും ആയിട്ട് തന്നെ ആയിരിക്കും. വൈറ്റ് കളർ ആയിരിക്കും എന്നൊരു ഗസ് ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഒരു വെള്ള ഷർട്ട് കൂടെ ചേർത്ത് വെച്ചു, ഒരു മുണ്ടും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. മുണ്ടും ഷർട്ടും ആയിരിക്കും. ട്രഡീഷണൽ വേ. വൈറ്റ് ഷർട്ടും വെള്ള മുണ്ടായിരിക്കും. കൊല്ലത്തെ കലാപുരത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും ഒപ്പിയെടുത്ത് പ്രേക്ഷകരുടെ കണ്ണാവുകയായിരുന്നു 24. ഓരോ വീടിന്റെയും സ്വീകരണ മുറികളിൽ കലക്കൻ കൊല്ലം. തുടക്കം മുതൽ സമാപന സമ്മേളനം വരെ ആവേശം ചോരാത്ത റിപ്പോർട്ടിംഗാണ് 24 ഉറപ്പാക്കിയത്. അഞ്ച് രാപകലുകൾ, 80 പേരടങ്ങുന്ന കൂറ്റൻ സംഘം. കലോത്സവ നഗരിയുടെ ഹൃദയതാളമായി അക്ഷരാർത്ഥത്തിൽ 24. പ്രത്യേക പവലിയനിലും ടെലിട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോയിലും 100 കണക്കിന് പ്രതിഭകളാണ് കലാപ്രകടനങ്ങളുമായി എത്തിയത്. 24 വാർത്താവതാരകർ നേരിട്ട് കലോത്സവ സ്പന്ദനം പകർത്താൻ കൊല്ലത്തെത്തിയതും പ്രേക്ഷകർക്ക് പുത്തൻ അനുഭവമായി. ഞാൻ വിചാരിക്കുന്നത് എവിടെ പോയി. ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ ആൾക്കൂട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കി. എന്തൊരു ജനക്കൂട്ടമാണെന്നറിയോ കൊല്ലത്തിപ്പോൾ. ആശ്രാമം മൈതാനം കൊല്ലമൊക്കെ പൊതുവെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് ഏതാണ് പഴയുടെ മാജിക് അല്ലേ? ഇവിടെ വരുന്ന ഓരോ കുട്ടികളും വിജയികളാണ്. ഇവിടെ മത്സരിക്കാൻ കഴിയുക എന്ന് പറയുന്നതിന് ചെറിയ കാര്യമല്ല. വേദികളിലും മത്സര വിജയികൾക്കരികിലും ഊട്ടുപുരയിലുമെല്ലാം 24 ക്യാമറ എത്തി.
ഒടുവിൽ 24 സ്പെഷ്യൽ സ്റ്റോറിയെക്കുറിച്ച് സമാപന സമ്മേളന വേദിയിൽ മമ്മൂട്ടിയുടെ പരാമർശവും. വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്. മമ്മൂട്ടി എന്ത് ഉടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരിക? മമ്മൂക്ക ഏത് ലുക്കിലായിരിക്കും വരിക? മമ്മൂക്ക ഏത് ലുക്കിലാന്ന് വെച്ചാൽ മുണ്ടും ഷർട്ടും ആയിരിക്കും. വിന്റേജ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു ഇത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം അതല്ലേ ട്രെൻഡിങ്. അപ്പോൾ അവരൊക്കെ പറയുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. അടുത്ത കലോത്സവം എവിടെയെന്ന സൂചന സർക്കാർ നൽകിയിട്ടില്ലെങ്കിലും കലോത്സവം കളറാക്കാൻ എക്കാലത്തെയും പോലെ 24 പ്രേക്ഷകർക്കൊപ്പമുണ്ടാകും. ടീം 24 കൊല്ലം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 40 പ്രതിഭകൾക്ക് അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പും 24ഉം ചേർന്ന് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിച്ചു. 24 പവലിയനിൽ കലാപ്രകടനം നടത്തിയവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് സ്വർണ്ണ നാണയം സമ്മാനിച്ചത്. അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ 1 ഗ്രാം വരുന്ന അൽ ഫത്തഹ് സ്വർണ്ണ നാണയമാണ് വിജയികൾക്ക് നൽകിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് ജേതാക്കളായ കണ്ണൂരിനെ അഭിനന്ദിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കണ്ണൂരിനോട് വ്യക്തിപരമായി ഒരു എതിർപ്പുമില്ല, പഴയ ചില സാഹചര്യങ്ങളോടുള്ള സഹതാപം പ്രകടിപ്പിക്കുകയാണ് നേരത്തെ ചെയ്തതെന്നും ഗവർണർ വിശദീകരിച്ചു. I would like to congratulate them and I would like others to emulate them. I rather sympathize with Kannur because Kannur has gone through a very bad period. So many people, innocent people of Kannur, have been killed. To the extent that a famous novelist of Kerala writes that even if you have to cut coconut from your own garden, you need permission of the party. So you need to sympathize with the people of Kannur. They have gone through very difficult times. ഡോക്ടർ ശശി തരൂർ എം പിയെ പുകഴ്ത്തി ബിജെപിയുടെ മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ. തിരുവനന്തപുരത്തുകാരുടെ മനസ്സ് കീഴടക്കിയ ശശി തരൂരിനെ അടുത്ത കാലത്തൊന്നും ആർക്കും തോൽപ്പിക്കാനാവില്ല എന്നാണ് ഒ രാജഗോപാൽ പറഞ്ഞത്. ഈ പരാമർശം ചർച്ചയായതോടുകൂടി പരാമർശം പിന്നീട് അദ്ദേഹം പിൻവലിച്ചു. മാധ്യമങ്ങൾ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്നാണ് ഫേസ്ബുക്കിലൂടെ നൽകിയ വിശദീകരണം. തിരുവനന്തപുരം ഒരു എ ക്ലാസ് മണ്ഡലമായി പരിഗണിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ബി.ജെ.പി. ഊർജിതമാക്കുന്നതിനിടെയാണ് ശശി തരൂർ എം പിയെ ഒ രാജഗോപാൽ പുകഴ്ത്തുന്നത്. തിരുവനന്തപുരത്തുകാരെ സ്വാധീനിക്കാൻ തരൂരിന് കഴിഞ്ഞുവെന്നും തരൂരിനെ തോൽപ്പിക്കാനാകില്ലെന്നുമായിരുന്നു പ്രതികരണം. തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നത്. ഇനി അടുത്ത കാലത്തൊന്നും വേറെ ആർക്കെങ്കിലും അവസരം ഉണ്ടാവോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഏതായാലും അങ്ങനെയുള്ളതായ ഒരാളെ പാലക്കാട് സംഭാവന ചെയ്തു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഡോക്ടർ എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ പുരസ്കാരം ശശി തരൂരിന് സമ്മാനിക്കുന്ന ചടങ്ങിലായിരുന്നു പരാമർശം. തരൂരും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും സരോദ് സംഗീതജ്ഞൻ അംജദ് അലിഖാൻ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിനെത്തിയിരുന്നു. നേരത്തെ കേരളീയം സമാപന പരിപാടിയിൽ പങ്കെടുത്ത് സർക്കാരിനെ പുകഴ്ത്തിയും ഒ രാജഗോപാൽ വിവാദ പ്രതികരണം നടത്തിയിരുന്നു. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ പരാമർശത്തെ തുടർന്ന് രൂപപ്പെട്ട നയതന്ത്ര പ്രശ്നം അയവില്ലാതെ തുടരുന്നു. മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഹബീബിനെ വിളിച്ചുവരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മഖാവർ മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയവുമായി ചർച്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തിൽ മന്ത്രിമാരായ മറിയം ഷിവൂന, മൽഷൻ, ഹസൻ സിഹാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്ത് പ്രശ്നം അവസാനിപ്പിക്കാനുള്ള മാലദ്വീപ് സർക്കാരിന്റെ നടപടി ഫലം കണ്ടില്ല. ഇന്ത്യയിലെ മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷബീബിനെ വിളിച്ചുവരുത്തി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇതിന് പിന്നാലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മഹാവർ മാലദ്വീപ് അംബാസിഡർ ഡോക്ടർ അലി നസീർ അഹമ്മദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തിയതല്ലെന്നും ഉഭയകക്ഷി ബന്ധം ചർച്ച ചെയ്യാൻ മുൻ നിശ്ചയിച്ച കൂടിക്കാഴ്ചയാണെന്നും ഹൈക്കമ്മീഷൻ വിശദീകരിച്ചു. മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിമാനങ്ങൾ സർവീസുകൾ റദ്ദാക്കണമെന്നും ടൂർ ഓപ്പറേറ്റർമാർ യാത്രാ പാക്കേജുകൾ റദ്ദാക്കണമെന്നും ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആഹ്വാനം ചെയ്തു. മാലദ്വീപിലേക്കുള്ള ബുക്കിംഗുകൾ റദ്ദാക്കിയതായി ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾ പ്രഖ്യാപിച്ചു. വിവാദങ്ങൾക്കിടെ 5 ദിവസത്തെ സന്ദർശനത്തിനായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി മൊയ്സു കൂടിക്കാഴ്ച നടത്തും. 24 ഡൽഹി.
ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനെതിരെ നടപടിയുമായി ഓർത്തഡോക്സ് സഭ. നിലയ്ക്കൽ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസിനെ സമൂഹമാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ചതിനാണ് നടപടി. സഭാസംബന്ധമായ എല്ലാ ചുമതലകളിൽ നിന്നും അന്വേഷണ വിധേയമായി മാറ്റി നിർത്താനാണ് തീരുമാനം. പുരോഹിതനും അധ്യാപകനും എന്ന നിലയിൽ തികച്ചും മാതൃകാപരമായി പെരുമാറേണ്ട ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള പെരുമാറ്റം അത്യന്തം ഖേദകരമാണെന്നും കത്തോലിക്ക ബാവ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. നിലയ്ക്കൽ ഭദ്രാസനത്തിൽ അടുത്തിടെ ഉണ്ടായ പരാതികൾ പരിശോധിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കുന്നത്തനാട് തഹസിൽദാരുടെ ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്ത് പെരുമ്പാവൂർ സബ് കോടതി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനായി ഭൂമി വിട്ട് നൽകിയ ആൾക്ക് നഷ്ടപരിഹാരം മുഴുവനായി നൽകാത്തതിനെ തുടർന്നാണ് നടപടി. 30 ലക്ഷത്തിലധികം രൂപയാണ് ബ്രഹ്മപുരം സ്വദേശിയായ KN ശിവശങ്കറിന് കിട്ടാനുള്ളത്. 2008 ബ്രഹ്മപുരം സ്വദേശിയായ KN ശിവശങ്കരൻ മാലിന്യ പ്ലാന്റിനു വേണ്ടി 20 സെന്റ് ഭൂമി വിട്ടു നൽകിയത്. എന്നാൽ ഇത്രയും കാലമായിട്ടും ഭൂമി വിട്ടു നൽകിയതിന്റെ തുക മുഴുവനായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല. കേസിൽ എറണാകുളം ജില്ലാ കളക്ടറും കൊച്ചി കോർപ്പറേഷനും സംസ്ഥാന സർക്കാരുമാണ് എതിർകക്ഷികൾ. 30,50,000 രൂപയാണ് ശിവശങ്കരന് ലഭിക്കാനുള്ളത്. ഈ സാഹചര്യത്തിലാണ് കേസ് പരിഗണിച്ച പെരുമ്പാവൂർ സബ് കോടതി കുന്നത്തുനാട് തഹസിൽദാരുടെ ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടത്. ജപ്തി ചെയ്ത വാഹനം പെരുമ്പാവൂർ കോടതി വളപ്പിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഹർജിക്കാരന് നൽകാനുള്ള പണം കെട്ടിവച്ചാൽ മാത്രമാണ് വാഹനം വിട്ടു നൽകുകയുള്ളൂ. 24 കൊച്ചി. മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചുള്ള സ്തുതിഗാനം തള്ളാതെ LDF കൺവീനർ EP ജയരാജൻ. ഒരാളെ ജനം വല്ലാതെ ഇഷ്ടപ്പെടുമ്പോൾ അയാളെക്കുറിച്ച് പാട്ടും സിനിമയും ഉണ്ടാകുന്നത് സ്വാഭാവികം എന്നാണ് പ്രതികരണം. P ജയരാജൻ വിഷയത്തിൽ പാർട്ടി ശാസിച്ചത് പഴയ ചരിത്രമാണെന്നും EP ജയരാജൻ പറഞ്ഞു. മഹൽ വ്യക്തികളെക്കുറിച്ച് വികാരത്തിന്റെ ഭാഗമായി ജനങ്ങൾ കവിതയും പാട്ടും എഴുതും. അത് താല്പര്യവും സ്നേഹവും കൊണ്ടാണ്. ശരിയും തെറ്റും ജനങ്ങൾ തിരിച്ചറിയുമെന്നുമായിരുന്നു പുകഴ്ത്തുപാട്ടുകളിൽ EP ജയരാജന്റെ പ്രതികരണം. മനുഷ്യരിൽ പൊതുനിലകളെ കാണുമ്പോൾ കൂടുതൽ താല്പര്യങ്ങളോ സ്നേഹമോ ഒക്കെ ഉണ്ടായേക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കവിത എഴുതും, പാട്ട് പാടും, നാടകമുണ്ടാക്കും, സിനിമയുണ്ടാക്കും. അതെല്ലാം ഓരോരോ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന ഒരു സമീപനത്തിൻ്റെ വികാരത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ പാർട്ടി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. P ജയരാജന്റേത് കഴിഞ്ഞ കാര്യം. PJ ആർമിയെ P ജയരാജൻ തന്നെ തള്ളിപ്പറഞ്ഞതാണെന്നും EP. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പൊതു തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാറില്ല. അതിൻ്റെ പൊതു തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മൂല്യാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. P ജയരാജൻ്റെ പ്രശ്നമൊന്നും ഇവിടെ ഉന്നയിക്കേണ്ട വിഷയമില്ല. അതിൽ കഴിഞ്ഞു പോയൊരു അധ്യായം. ജയരാജനെ കുറിച്ച് നടപടിയൊന്നും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുമില്ല. PJ ആർമി പാർട്ടിയെ ദ്രോഹിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ചിലർ ഇങ്ങനെ ചില ഇതുണ്ടാക്കി പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം P ജയരാജനാണോ? P ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരിൽ ഇങ്ങനെ പാടില്ല, ഞാനതിൽ ഭാഗവാക്കല്ല. ജയരാജൻ വിഷയത്തെ ഒറ്റക്കെട്ടായി എതിർത്ത CPIM പക്ഷേ മുഖ്യമന്ത്രിയെ സ്തുതിച്ചുള്ള ഗാനത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം. 24 കോഴിക്കോട്. ഇടുക്കിയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്ക് പ്രത്യേകം പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കാത്ത ഗവർണറുടെ നിലപാടിനെയും സംഘടന ന്യായീകരിച്ചു. സംഘടനയെ സംഘപരിവാർ വൽക്കരിക്കാൻ ശ്രമം നടക്കുന്നതായി CPIM ജില്ലാ നേതൃത്വം കുറ്റപ്പെടുത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിലെത്തുന്നത്. മുൻ നിശ്ചയിച്ച പരിപാടി ആർക്കെങ്കിലും വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറല്ല. ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിനെയും വ്യാപാരി സംഘടന ന്യായീകരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമി പതിവ് വിഷയത്തിൽ ഗവർണർ വലിയ തെറ്റു ചെയ്തു എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. ഇക്കാര്യത്തിൽ ഒരു ഗവൺമെന്റ് പാസാക്കിയ നിയമം അവിടെ കൊണ്ട് കൊടുത്തതല്ലാതെ യാതൊരു ഫോളോ അപ്പും നടത്തിയിട്ടില്ല എന്ന് പത്രത്തിലൂടെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചതിന് വിശദീകരണം കിട്ടിയാൽ ആ നിമിഷം ബില്ല് ഒപ്പിടാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘപരിവാർ വൽക്കരിക്കപ്പെടുന്നുവെന്ന CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഗവർണറുടെ വരവ് ഇടുക്കി ജില്ലയിൽ ഒരു കലാപം ഉണ്ടാക്കുക എന്ന ഗൂഢമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ഇടുക്കി ജില്ലയിൽ ഹർത്താൽ സമാധാനപരമായിരിക്കും. വളരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു. LDF ഹർത്താൽ പരിഹാസ്യമെന്നും വ്യാപാരി വ്യവസായികളുടെ പരിപാടിക്ക് സംരക്ഷണമൊരുക്കുമെന്നും ഡീൻ കുര്യാക്കോസ് MP. അവരുടെ ആ പരിപാടി അലമ്പാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സപ്പെടുത്തുന്ന രീതിയുമായി ഇടതുപക്ഷ നേതാക്കന്മാർ മുൻപോട്ട് പോയാൽ സാധാരണ ജനങ്ങളെ കൂട്ടി പ്രതിരോധിക്കാൻ MP എന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുകയും ചെയ്യും. ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകില്ല. ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്നും LDF ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടനം തടയുകയാണ് LDF ഹർത്താലിന്റെ ലക്ഷ്യമെന്ന് BJP ആരോപിച്ചു.
ഹർത്താൽ ദിനത്തിൽ ഗവർണറുടെ തൊടുപുഴയിലേക്കുള്ള വരവ് ഇടുക്കിയിൽ പുതിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒപ്പം ഭൂപതിവ് ഭേദഗതി ബില്ല് വീണ്ടും ചർച്ചയാകുന്നു. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ താൻ ഒപ്പുവെക്കാത്തത് സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തനിക്ക് ലഭിച്ച നിവേദനങ്ങളിൽ സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിട്ടും മറുപടി കിട്ടിയില്ല. ഇക്കാര്യം 3 തവണ ഓർമ്മിപ്പിച്ചു. നിവേദനം നൽകിയവരോട് മറുപടി പറയാൻ തനിക്ക് ബാധ്യതയുണ്ടെന്ന് സർക്കാർ ഓർക്കണം. നാളെ ഇടുക്കിയിൽ നിശ്ചയിച്ചിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. I have sent it to the government for their remarks, and I am sure that based on their remarks, I will be able to reply to the petitioners. There are 3 reminders. This is important. 3 reminders have been sent to the government to send their remarks on the petitions. They are not sending. Democracy, everybody has a right to call hartal, whatever they want to do. I am going on the invitation of the Vyaparis and Vyavasai. നോക്കാമിനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന കേസിൽ ലോകായുക്ത വിധിക്കെതിരായ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവരുൾപ്പെടെയുള്ള ഹർജിയിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കും. ലോകായുക്ത ഉത്തരവ് ചോദ്യം ചെയ്ത് RS ശശികുമാറാണ് ഹർജി നൽകിയത്. ശമ്പള വിതരണത്തിൽ KSRTCക്ക് ആശ്വാസമായി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ജീവനക്കാരുടെ ശമ്പളം 2 ഗഡുക്കളായി വിതരണം ചെയ്യാൻ അനുമതി നൽകി ഇടക്കാല ഉത്തരവിട്ടു. എല്ലാ മാസവും ആദ്യ ഗഡു 10-ാം തീയതിക്ക് മുമ്പും 2ാം ഗഡു 20-ാം തീയതിക്ക് ഉള്ളിലും നൽകാനാണ് ഉത്തരവ്. ഏകീകൃത കുർബാന തടയാൻ ശ്രമിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ച് പള്ളി വികാരി. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളി വികാരി ആന്റണി മാങ്കുറിയാണ് തൃക്കാക്കര പോലീസിൽ പരാതി നൽകിയത്. ജീവന് ഭീഷണിയുള്ളതായി ഫാദർ ആന്റണി മാങ്കുറി പരാതിയിൽ പറയുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ തുടർച്ചയായ പരിശോധനയ്ക്കും ബസ് പിടിച്ചെടുക്കലിനുമെതിരെ റോബിൻ ബസ് ഉടമ ഹൈക്കോടതിയിൽ. കോടതി ലക്ഷ്യ ഹർജിയുമായാണ് ബസ് ഉടമ ഹൈക്കോടതിയിൽ എത്തിയത്. ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. കണ്ണൂർ മേലേച്ചൊവ്വയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച അപകടം, 2 പേർ മരിച്ചു. താമരശ്ശേരി ചുരം 1-ാം വളവിന് സമീപം കാർ പാലത്തിൽ നിന്ന് താഴേക്ക് വീണു. ഡ്രൈവർ മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇയാൾക്ക് നിസ്സാര പരിക്കുണ്ട്. കാറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണം. ഭിക്ഷ യാചിച്ച് ആശാവർക്കർമാർ. വേതനം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതീകാത്മക ഭിക്ഷാടനം. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് മുമ്പിലാണ് 150ഓളം ആശാവർക്കർമാർ സമരം ചെയ്തത്. കേരളത്തിലെ ആശാവർക്കർമാർക്ക് മാസങ്ങളായി ഓണറേറിയവും ഇൻസെന്റീവും ലഭിക്കുന്നില്ല. ഇത് പരിഹരിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള വേതനവും ഇവർ ആവശ്യപ്പെടുന്നു. കൂടാതെ സ്ഥിരം നിയമനം നൽകി സർക്കാർ ജീവനക്കാരാക്കണമെന്നും ആവശ്യം. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് മുന്നിലായിരുന്നു ആശാവർക്കർമാരുടെ പിച്ചച്ചട്ടിയെടുത്തുള്ള പ്രതീകാത്മക സമരം. ഞങ്ങൾക്ക് ഓണറേറിയും ഇൻസെന്റീവും കിട്ടിയിട്ട് നാളുകളോളം ആയിട്ടുണ്ട്. എൻ്റെ മോള് JPHM കോഴ്സിന് പഠിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം ഫീസ് കൊടുക്കാനില്ലാതെ വീട്ടിൽ തിരിച്ചു വന്നിരിക്കുന്ന അവസ്ഥയാണ്. 3 മാസമായിട്ട് എൻ്റെ മോള് പഠിക്കാനായിട്ട് പോകുന്നില്ല. വയ്യാതിരിക്കുന്ന ഒരു ഭർത്താവും അമ്മയും കൊച്ചും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എനിക്കിതല്ലാതെ വേറെ മാർഗ്ഗമില്ല. പണം ലഭിക്കാതെ വന്നതോടെ ജീവിതം കടുത്ത പ്രതിസന്ധിയിലാണെന്ന് ആശാവർക്കർമാർ പറയുന്നു. ആവശ്യങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് ആശാവർക്കർമാരുടെ മുന്നറിയിപ്പ്. 24 കൊച്ചി. ബംഗാളിൽ ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ ഗവർണർ CV ആനന്ദബോസ് സർക്കാരിനോട് വിശദീകരണം തേടി. റേഷൻ അഴിമതിയിൽ സ്വീകരിച്ച നടപടി എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. കേസിൽ പോലീസ് ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും ഗവർണർ താക്കീത് നൽകി. EDക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ BJP സംസ്ഥാന നേതൃത്വം NIA CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു. ബംഗാളിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആൾക്കൂട്ടാക്രമണത്തിൽ പ്രതിക്കൂട്ടിലായത് തൃണമൂൽ കോൺഗ്രസ് ആണ്. വിഷയത്തിൽ ബംഗാൾ ഗവർണർ ആനന്ദബോസ് പിടിമുറുക്കി. എന്തുകൊണ്ട് ഷാജഹാനെ അറസ്റ്റ് ചെയ്യാത്തതെന്നും ചുമതലയിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനോട് ഗവർണർ റിപ്പോർട്ട് തേടി. ക്രമസമാധാന സംവിധാനത്തിന്റെ പരാജയം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ വിശദാംശങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. സംഭവത്തിൽ പോലീസിനും ഗവർണർ അന്ത്യശാസനം നൽകി. കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യരുതെന്നും പോലീസിന് ഗവർണറുടെ മുന്നറിയിപ്പ്. ഗവർണർ ആനന്ദബോസ് CRPFന്റെയും EDയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി നിലവിലെ സാഹചര്യം വിലയിരുത്തി. ആക്രമണത്തിൽ NIA CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ച BJP സംസ്ഥാന നേതൃത്വത്തിന് പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യാൻ കോടതി അനുമതി നൽകി. 24 ഡൽഹി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. ഈ മാസം 17-ന് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. കൊച്ചിയിൽ വിവിധ വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. തൃശൂരിൽ വിവിധ സാമുദായിക നേതാക്കളുമായി ചർച്ച നടത്താനും സാധ്യതയുണ്ട്. സന്ദർശനത്തിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡ് പോലീസ് പരിശോധിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ്, ദേശീയപാത, കൊച്ചി മെട്രോ എന്നിവയുമായി ബന്ധപ്പെട്ട 3 പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുക. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടാൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അതേസമയം നിലവിൽ അറസ്റ്റിനുള്ള സാഹചര്യമില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് സോഫി തോമസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഗുരുതര വകുപ്പ് ചേർത്ത് എഫ്ഐആർ പരിഷ്കരിച്ചതിന് പിന്നാലെയാണ് ജനുവരി 17-ന് മകളുടെ വിവാഹമാണെന്നും ഈ സാഹചര്യത്തിൽ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ കോടതി സർക്കാരിന്റെ നിലപാട് തേടിയിരുന്നു. കരുവന്നൂർ വിഷയത്തിൽ പണം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ജാഥ നയിച്ചതിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് പിന്നിലെന്നും വഴി തടഞ്ഞ മാധ്യമപ്രവർത്തകയെ മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനായി സിറോ മലബാർ സഭ സിനഡിന് തുടക്കമായി. സിനഡിന്റെ ആദ്യ ദിനമായി ഇന്ന് പ്രാർത്ഥനകളും ധ്യാനവുമാണ് നടന്നത്. നാളെ മുതലാണ് വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സിനഡിന് മുമ്പാകെ തുറന്ന കത്തുമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റവും അതിരൂപത സംരക്ഷണ സമിതിയും രംഗത്ത് വന്നു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സഭാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിലാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള സഭാ സിനഡ്. ശനിയാഴ്ച വരെ നടക്കുന്ന സിനഡിൽ രഹസ്യ ബാലറ്റ് ഉപയോഗിച്ചുള്ള വോട്ടെടുപ്പിലൂടെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുക. വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 80 വയസ്സ് ആയതിനാൽ സിനഡിൽ പങ്കെടുക്കുന്ന 53 മെത്രാൻമാർക്കാണ് വോട്ടവകാശമുള്ളത്. തെരഞ്ഞെടുപ്പിൽ 3/2 ഭൂരിപക്ഷം ലഭിക്കുന്ന ആളാകും മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലേക്കെത്തുക. ആദ്യ റൗണ്ടിൽ ഒരാൾ 3/2 ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ലെങ്കിൽ വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ഇങ്ങനെ 5 റൗണ്ട് വരെ വോട്ടെടുപ്പാകാം. 5 റൗണ്ടിലും ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തി കേവല ഭൂരിപക്ഷം ലഭിക്കുന്നയാളെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന മേജർ ആർച്ച് ബിഷപ്പിന് വത്തിക്കാനിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കുന്നതോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക. സിനഡിന്റെ മുഖ്യ അജണ്ട അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാത്രമായതിനാൽ സഭയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകില്ല. ആരോപണങ്ങൾക്കതീതനും പക്ഷം ചേരാത്തയാളുമാകണം സഭാ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റം സിനഡിന് തുറന്ന കത്ത് നൽകിയിരുന്നു. കുർബാന തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന് അതിരൂപത സംരക്ഷണ സമിതിയും ആവശ്യപ്പെട്ടു. 24 കൊച്ചി. ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അധികാരം നിലനിർത്തി. 3/2 ഭൂരിപക്ഷത്തോടെയാണ് ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകുന്ന അവാമി ലീഗിന്റെ വിജയം. ഇത് 5ാം തവണയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വനിതാ ഭരണാധികാരി എന്ന നേട്ടത്തിനുടമയാണ് ഷെയ്ഖ് ഹസീന. വ്യാപക അക്രമങ്ങൾക്കിടെയാണ് ഇന്നലെ ബംഗ്ലാദേശിൽ വോട്ടെടുപ്പ് നടന്നത്. 40% പേർ വോട്ട് രേഖപ്പെടുത്തി. 1991 രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിച്ച ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പോളിംഗ്. തെരഞ്ഞെടുപ്പ് സമയത്ത് കാവൽ സർക്കാർ വേണമെന്ന ആവശ്യം നിരസിക്കപ്പെട്ടതിനെ തുടർന്ന് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ BNPയും സഖ്യകക്ഷികളും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. മൊത്തമുള്ള 300 സീറ്റുകളിൽ 299 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 222 സീറ്റുകൾ ഷെയ്ഖ് ഹസീനയുടെ ആവാമി ലീഗ് നേടി. ഗോപാൽഗഞ്ച് 3 മണ്ഡലത്തിൽ നിന്ന് 8ാം തവണയാണ് ഷെയ്ഖ് ഹസീന വിജയിച്ചത്. 2,49,965 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയപ്പോൾ എതിരാളിക്ക് ലഭിച്ചത് കേവലം 469 വോട്ടുകൾ മാത്രം. woman is a mother. Look after family, look after children and brought up children. So with motherly affection, I look after my people and I try to assist them, to help them. ഇന്ത്യയുമായി ബംഗ്ലാദേശിന് എക്കാലത്തും നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും അത് തുടരുമെന്നും ഷെയ്ഖ് ഹസീന വ്യക്തമാക്കി. ആവാമി ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഷക്കീബ് അൽ ഹസനും വമ്പൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 63 സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ചപ്പോൾ നിലവിലെ പ്രതിപക്ഷ പാർട്ടിയായ ജദിയ പാർട്ടിക്ക് 11 സീറ്റുകളെ നേടാനായുള്ളൂ. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ബംഗ്ലാദേശ് പൊതുതെരഞ്ഞെടുപ്പ് സുതാര്യമല്ലെന്ന് ആരോപിച്ചെങ്കിലും ഇന്ത്യയും ചൈനയും റഷ്യയും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിനു ശേഷം വിജയാഹ്ലാദ പ്രകടനങ്ങളൊന്നും തന്നെ നടത്തരുതെന്നാണ് ഷെയ്ഖ് ഹസീന ആവാമി ലീഗ് പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ദീർഘകാല വൈദ്യുതി കരാറുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും വൈദ്യുതി വിതരണത്തിൽ മറുപടി നൽകാതെ കമ്പനികൾ. കരാർ റദ്ദാക്കിയതിലൂടെ കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വന്നതിനാൽ ഡിസംബർ വരെ 210 കോടിയുടെ നഷ്ടമാണ് വൈദ്യുതി ബോർഡിന് ഉണ്ടായത്. കമ്മീഷന്റെ തീരുമാനത്തിനെതിരെ കമ്പനികൾ നിയമ നടപടിയിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്.
ദീർഘകാല വൈദ്യുതി കരാറുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും വൈദ്യുതി നൽകാൻ കമ്പനികൾ തയ്യാറായിട്ടില്ല. കരാർ പുനഃസ്ഥാപിക്കാനുള്ള റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം വൈദ്യുതി ബോർഡ് കമ്പനികളെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിനോടും കമ്പനികൾ പ്രതികരിച്ചിട്ടില്ല. ജിൻഡാൽ ഇന്ത്യ തെർമൽ പവർ വൈദ്യുതി നൽകാനാവില്ലെന്ന് നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു. വൈദ്യുതി നിരക്ക് കുറഞ്ഞു നിന്ന കാലത്താണ് ബോർഡ് കമ്പനികളുമായി കരാറുണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ ഉയർന്ന നിരക്കാണ് ദേശീയ തലത്തിലുള്ളത്. റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് കമ്പനികളുടെ നീക്കം. ഇതിനിടെ കരാർ റദ്ദാക്കിയതിലൂടെ ഡിസംബർ വരെ 210 കോടിയുടെ അധിക ബാധ്യത വൈദ്യുതി ബോർഡിനുണ്ടായെന്നാണ് കണക്ക്. നിലവിൽ വൈദ്യുതി ലഭ്യത കുറയുന്ന ദിവസം ശരാശരി 4 കോടി രൂപയോളം അധികമായി ചെലവഴിക്കേണ്ടി വരുന്നു. 24 തിരുവനന്തപുരം. കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ കേരളം വീണ്ടും കേന്ദ്രത്തെ സമീപിക്കും. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയക്കും. വർഷാവസാന ചെലവുകൾക്കുള്ള തുക കണ്ടെത്താൻ ബദൽ മാർഗങ്ങൾ തേടാനും ധനകാര്യ വകുപ്പ് നീക്കം തുടങ്ങി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചെലവ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ്. 20,000 കോടി രൂപയെങ്കിലും ഈ മാസങ്ങളിലെ ചെലവിനായി വേണ്ടിവരും. ഇതിനിടയിലാണ് കടമെടുക്കാനുള്ള പരിധിയിൽ 5,600 കോടി കേന്ദ്രം വെട്ടിക്കുറച്ചത്. ഇതോടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സ്ഥിതിയായി. സംസ്ഥാനത്തിന്റെ തനതു വരുമാനം കഴിഞ്ഞും 10,000 കോടിയെങ്കിലും അധികമായി കണ്ടെത്തണം. പദ്ധതികൾക്ക് പുറമെ വർഷാവസാന ചെലവുകൾ, ക്ഷേമ പെൻഷനുകൾ, കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശിക, ഗ്രാന്റുകൾ എന്നിവയ്ക്കുള്ള തുക കണ്ടെത്തണം. ശമ്പളവും പെൻഷനും നൽകാനായി 6,000 കോടി രൂപ വേണ്ടിവരും. കൂടാതെ പ്രാദേശികമായ ആസൂത്രണത്തെയും പ്രതിസന്ധി ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് തുക കണ്ടെത്താനായി ബദൽ മാർഗങ്ങൾ കണ്ടെത്താൻ സംസ്ഥാനം നീക്കം തുടങ്ങിയത്. പദ്ധതികൾക്ക് മുൻഗണന നിശ്ചയിക്കും. ശമ്പളവും പെൻഷനും നൽകാനുള്ള തുക കണ്ടെത്തുന്നതിന് പ്രാധാന്യം നൽകാനാണ് തീരുമാനം. അടിയന്തര സാഹചര്യമുണ്ടായാൽ ക്ഷേമനിധി ബോർഡുകളെയും സഹകരണ ബാങ്കുകളെയും ആശ്രയിക്കാനും നീക്കമുണ്ട്. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.